തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം, പഠിച്ചിറങ്ങിയവർക്ക് ജോലി, വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം, ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം, ജോലി ഉറപ്പു നൽകുന്നു. ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ്, ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, ഫാർമസി അസിസ്റ്റന്റ്, ആയുർവേദ പഞ്ചകർമ്മ OT ടെക്നോളജി, ഡയാലിസ് ടെക്നോളജി എന്നിവയിൽ 26 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം, ബൈപ്പാസ് റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആറ്റത്ര ഗ്രാമത്തിൽ ദേവപരിവേഷമുള്ള കടമ്പ് പൂത്തു. ആറ്റത്ര ഇടമനക്കളത്തിൽ പീതാംബരൻ ബിന്ദു ദമ്പതികളുടെ ഭവനത്തിലാണ് കടമ്പ് പൂത്തത്. മഴ പെയ്യുന്നതിൻ്റെ സൂചനയായിട്ടാണ് കടമ്പ് പൂക്കുന്നതെന്ന് പഴമക്കാർ പറയുന്നു. ഇത്തവണ മരത്തിൽ പൂക്കൾ അഴകു വിരിച്ചു നിൽക്കുന്നത് കണ്ടാൽ ചെറിയ പന്തു പോലെയുള്ള പൂക്കൾക്ക് 1-2 ദിവസം മാത്രമാണ് ആയുസ്. വെള്ള കലർന്ന ചന്ദന നിറമാണ് പൂക്കൾക്ക്. ഇതിനു ചെറിയ സുഗന്ധവുമുണ്ട്. കദംബ, ആറ്റുതേക്ക് എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. നിത്യഹരിത വനങ്ങളിലും ആറ്റിൻകരയിലുമാണ് ഇവ സാധാരണയായി കണ്ടുവരുന്നത്. ആറ്റിൻകരയിൽ വളരുന്നതിനാലാണ് ഇതിന് ആറ്റുതേക്ക് എന്ന പേര് ലഭിച്ചത്. കടമ്പുമരം ഹിന്ദു മതാചാരപ്രകാരം ദേവപരിവേഷമുള്ള വൃക്ഷമായും അറിയപ്പെടുന്നു. വൃക്ഷാരാധനയിലും കടമ്പിന് സ്ഥാനമുണ്ട്. പുരാണങ്ങളിൽ രാധയും കൃഷ്ണനും പ്രണയസല്ലാപങ്ങൾ നടത്തിയിരുന്നത് കടമ്പുമരത്തിനു കീഴിലായിരുന്നു എന്നാണ് ഐതിഹ്യം. പിരിഞ്ഞുപോയ പ്രണയിതാക്കളെ ഒന്നിപ്പിക്കാൻ ഈ വൃക്ഷത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. കടമ്പുമരത്തിന്റെ കൊമ്പിൽ കയറിയാണ് ശ്രീകൃഷ്ണൻ കാളിയമർദ്ദനത്തിനായി യമുനാ നദിയെ ചാടിയതെന്നും പറയപ്പെടുന്നു. അങ്ങനെ ഒട്ടേറെ കഥകൾ ശ്രീകൃഷ്ണനുമായി ചുറ്റിപ്പറ്റി കടമ്പുമരത്തിന് പറയാനുണ്ട്. പക്ഷിരാജാവായ ഗരുഡൻ ദേവലോകത്ത് നിന്ന് അമൃതുമായി വരും വഴി യമുനാ നദിക്കരയിലെ കടമ്പുമരത്തിലാണ് വിശ്രമിച്ചതത്രേ. ആ സമയം അല്പം അമൃത് മരത്തിൽ വീഴാനിടയായി. പിന്നീട് കാളിയന്റെ വിഷമേറ്റ് യമുനാ നദിക്കരയിലെ സസ്യങ്ങളെല്ലാം കരിഞ്ഞുപോയപ്പോൾ കടമ്പുമരം മാത്രം കരിയാതെ നിന്നു. ധാരാളം ഔഷധ ഗുണങ്ങളും കൂടി അടങ്ങിയ ഒന്നാണ് കടമ്പുമരം എന്നാണ് പഴമക്കാർ പറയുന്നത്. കടമ്പുമരത്തിന്റെ തൊലി, പൂവ്, കായ, വേര് എന്നിവ ഔഷധ ഗുണം നിറഞ്ഞതാണെന്ന് കരുതപ്പെടുന്നു. കടമ്പൻ പൂക്കൾ പൂജാ ചടങ്ങുകളിൽ ഉപയോഗിക്കാറുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുവാനും ഇവ ഉപയോഗിക്കുന്നു. ടെന്നീസ് ബോൾ പോലെ രൂപസാദൃശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇത് ടെന്നീസ് പൂക്കൾ എന്ന് കോവിഡ് വൈറസുമായി രൂപസാദൃശ്യമുള്ളതിനാൽ കൊറോണ പൂക്കൾ എന്ന ചെല്ലപ്പേരും ലഭിച്ചിട്ടുണ്ട്. കുന്നംകുളത്ത് നിന്നും നഴ്സറിയിൽ നിന്ന് 10 വർഷം മുമ്പ് വാങ്ങിയ ചെടി 5 വർഷമായി പൂവിട്ടുവരുന്നു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ